മലപ്പുറം ചുങ്കത്തറയിലെ കൂറുമാറ്റത്തിന് പിന്നാലെ ഭീഷണിയുമായി CPM. പാർട്ടിയെ കുത്തിയാണ് പോകുന്നത്, ഓർത്തുവെച്ചോ എന്നാണ് ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി കോൾ. എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത് നുസൈബയുടെ ഭർത്താവ് സുധീറിനെ. പിന്നെ അങ്ങനെ അതിന്റെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അൻവറെ കണ്ടിട്ട് ഈ തീരുമാനം എടുക്കാൻ ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിനെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചത് ഒരു ദക്ഷിണ ഉണ്ടാവില്ല. ഈ പാർട്ടിനെ പുറത്ത് കുത്തി പോവാണിത്. പാർട്ടിന്റെ ഭാഗത്ത് യാതൊരു ദക്ഷിണ എന്നെ സംബന്ധിച്ചുണ്ടാവില്ല. നമുക്ക് നോക്കാം. ഇത് അൻവറിന്റെ പിന്നാലല്ലേ, ഇത് അൻവറിനായിട്ട് നടന്നോ? അൻവർ എന്താന്ന് എനിക്കറിയാം എന്താ അൻവർ എന്നുള്ളത്. ഓന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. ഇതോ പ്രശ്നമല്ല. ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ. വേറെ തേങ്ങയില്ല ഞങ്ങൾക്ക്. ഇത് അൻവറിന് UDF പിന്നെ UDFന് പിന്നെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ പിന്നെ എടുക്കുവാന്നല്ല ഇത് പറഞ്ഞു. UDFനെ ഇതാക്കിക്കോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ഡാറ്റിനും ഇതുമായി ബന്ധപ്പെട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. അത് കരുതിയല്ലിരുന്നത്. വിശദാംശങ്ങളുമായി നമുക്ക് അരുൺ അമൃതനാഥ് ഇപ്പോൾ ഒപ്പം ചേരുന്നു. അരുൺ, ഭീഷണി സന്ദേശമാണ് ഫോണിലൂടെ മുഴക്കിയിട്ടുള്ളത്. പാർട്ടിയെ കുത്തിയാണ് പോകുന്നത് എന്ന് ഓർത്തു വച്ചോളൂ എന്നാണ് പറയുന്നത്. ഒപ്പം PV അൻവറിനൊപ്പം പ്രവർത്തിക്കുന്നത് കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഈ നുസൈബയുടെ ഭർത്താവ് സുധീറിനോടാണ് ഇത്തരത്തിൽ സംസാരിച്ചത്, അല്ലേ? അതെ മോദി, അതായത് ചുങ്കത്തറയിലെ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ഈ UDF ഭരണം തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് LDFന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു സംഘർഷവും അവിടെ നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ച എന്നോണമായി ഈ ഭീഷണിയും കാണേണ്ടി വരും. അതായത് LDFന്റെ അംഗമായ നുസൈബയാണ് UDFന് അനുകൂലമായി കൂറുമാറി വോട്ട് ചെയ്തത്. നുസൈബയുടെ ഭർത്താവ് സുധീർ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നിലവിലെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. ഈ സുധീറിനെയാണ് ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പറയുന്നത് ഇങ്ങനെയാണ്: PV അൻവറിനൊപ്പം പോയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് ഭരണം പോകുമെന്നേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച്, അതായത് ഈ സുധീറിനെ സംബന്ധിച്ച് അത് വലിയ ഒരു ഭവിഷ്യത്ത് തന്നെ നേരിടേണ്ടി വരും. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ ആകെ കരുതി വെച്ചോളൂ എന്നുള്ള, കുടുംബം ആകെ സൂക്ഷിച്ചോ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി, ഒരു താക്കീത് കൂടെ നൽകുകയാണ് ഈ ടി രവീന്ദ്രൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. LDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഈ LDFിൽ നിന്ന് കൂടിവിട്ടിറങ്ങി UDFിനൊപ്പം സഹകരിക്കുന്ന അൻവറിലൂടെ തന്നെ ഈ പഞ്ചായത്ത് നഷ്ടമാകുന്നത് CPMനെ സംബന്ധിച്ച് വലിയൊരു ആത്മാഭിമാനത്തിന് ക്ഷതമേക്കുന്ന ഒരു സാഹചര്യമാണ് പ്രാദേശികപരമായും പ്രത്യേകിച്ചും ആ ചുങ്കത്തറ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലൊരു തിരിച്ചടി LDF ഇതിനെ കാണുന്നു. മറുഭാഗത്ത് അൻവർ ഒരു രാഷ്ട്രീയ നേട്ടമായി തന്നെ ഇത് ആഘോഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതിനിടയിൽ കൂടിയാണ് CPM ഇങ്ങനെ പ്രകോപിതമായ ഒരു ഭീഷണി സന്ദേശം കൂടി ഈ സുധീറിനെതിരെ ഈ ഏരിയ സെക്രട്ടറി മുഴക്കുന്നത്. ശരി അരുൺ.